ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സിമൻറ്റിൽ ഒരു തടിയുടെ മോഡലിലുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ സിമ്പിളാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു മോൾഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പം മോൾഡിന് വേണ്ടി സാധാരണ പ്ലാസ്റ്റിക് ബക്കറ്റിന് പകരം ഞാൻ എടുത്തേക്കുന്നത് സാധാ പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റിന് റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് എത്ര അതിന് വണ്ണം വേണോ ആ ഒരു വണ്ണത്തിന് റൗണ്ട് ചെയ്ത് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ സിമൻറ്റ് മണലും സിമൻറ്റ് 1 മണൽ 1 എന്നുള്ള അളവിൽ തന്നെയാണ് എല്ലാ വീഡിയോയിലും എടുക്കുന്നത്. അപ്പം ഏകദേശം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് കനത്തിന് നമുക്ക് തറയിൽ സിമൻറ്റ് കുറച്ച് തേച്ച് പിടിപ്പിക്കുക റൗണ്ട് ആകൃതിയിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കുപ്പിയുടെ അടപ്പ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മണലും സിമൻറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഉണക്കപ്പൊടി, ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടെ അതിൻ്റെ മുകളിലിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ആ മോൾഡിന് പകരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് കറക്റ്റ് ആ റൗണ്ട് സിമൻറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അതിനകത്ത് മണ്ണല്ലെങ്കിൽ മണൽ നിറയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മണ്ണാണ്. അപ്പോൾ മണ്ണാകുമ്പോൾ ഒരു ചെറിയൊരു നനവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് ഇളക്കിയെടുക്കുമ്പം ചിലപ്പോൾ തൊഴിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ട പൊക്കത്തിന് ഫില്ല് ചെയ്തിട്ട് ഷീറ്റ് അങ്ങ് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഴയ കോട്ടൺ തുണിയും പിന്നെ ആ സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതും. എന്നിട്ട് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതിൽ കോട്ടൺ തുണി നല്ലവണ്ണം ആ തുണിയിൽ മൊത്തം സിമൻറ്റ് പറ്റത്തക്ക രീതിയിൽ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിൻ്റെ ചുറ്റാതെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. സിമൻറ്റ് ഏറ്റവും എളുപ്പത്തിൽ ഒട്ടിച്ചേരാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കോട്ടൺ തുണി ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കെട്ടുകമ്പി അല്ലെങ്കിൽ നെറ്റായിരുന്നാലും ചുറ്റി കെട്ടാവുന്നേ ഉള്ളൂ. അപ്പം ആ തുണിയുടെ പുറത്ത് ഉള്ള വെള്ളത്തിൻ്റെ ഈർപ്പം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സിമൻറ്റ് പൊടിയും കൂടെ എല്ലാ സൈഡിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത് അത് തേച്ച് പിടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ഇഞ്ച് കനം വേണ്ടി വരും. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ എല്ലാ സൈഡിലും 1 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ ചുറ്റാതെ റൗണ്ട് ഷേപ്പിന് തേച്ച് പിടിപ്പിക്കുക. റൗണ്ട് ഷേപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത് നമുക്ക് ആ റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ആ ഷീറ്റ് തന്നെ വളച്ച് വെച്ചിട്ട് മുകളിലോട്ട് നല്ല പ്രസ് ചെയ്ത് ഒന്ന് ഉയർത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ഷീറ്റ് തന്നെ തിരിച്ച് എല്ലാ സൈഡിലും വെച്ച് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് വലിച്ച് എടുക്കപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞ് ഇതിനകത്തടുത്ത ഡിസൈൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓവലിൻ്റെ ഷേപ്പിലാണ്, നമുക്ക് മലയാളത്തിൽ മൂങ്ങയുടെ ഒരു രീതിയിലാണ് അകത്ത് വെട്ടിയെടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യം ഒരു ചെറിയ കരണ്ടി കൊണ്ട് തന്നെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അതിന് സൈഡുകളിൽ നിന്നും അകത്തോട്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഓവലിൻ്റെ ഷേപ്പ് വരത്തക്ക രീതിയിൽ നമുക്ക് കരണ്ടി കൊണ്ട് തന്നെ മൊത്തം ചെറുതായിട്ട് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ അരിഞ്ഞ് കളയാം. അരിഞ്ഞ് കളഞ്ഞിട്ട് ആ സെൻറ്റർ ഭാഗമൊക്കെ നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ എൻഡ് ഭാഗങ്ങളെല്ലാം ചരിച്ച് തന്നെ കട്ട് ചെയ്ത് ആ കരണ്ടിക്ക് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതിലുള്ള ആ സിമൻറ്റ് തന്നെയാണ് എല്ലാം ആ ഓവലിൻ്റെ ആ മുഖത്തിൻ്റെ സൈഡിലൊക്കെ വരുന്ന ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി അതിൻ്റെ ആ മുഖത്തിൻ്റെ ആ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗമൊക്കെ വരുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് കുഴിച്ച് തന്നെ നമുക്ക് കരണ്ടി കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കളയാം. അപ്പോൾ അത് ഇത്രയും അരിഞ്ഞ് കളയാൻ നമുക്ക് കറക്റ്റ് ആദ്യം സിമൻറ്റ് തേച്ച് പിടിപ്പിക്കേണ്ടത് ഏകദേശം 1 ഇഞ്ച് കനമെങ്കിലും വേണ്ടി വരും. എന്നാലേ നമുക്കൊരു 1/2 ഇഞ്ച് കനത്തിന് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ കണ്ണിൻ്റെ ആ ഭാഗത്തുള്ള ഷേപ്പിന് അവിടെയൊക്കെ ഒന്ന് കുഴിച്ച് തന്നെ കരണ്ടി കൊണ്ടൊന്ന് അരിഞ്ഞ് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തുള്ളതൊക്കെ
ഏകദേശം ഒന്ന് കുഴിച്ച് റൗണ്ട് നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി ഇനി അത് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകിൻ്റെ ഭാഗമൊക്കെയാണ്. അതും നമുക്ക് പിന്നെ കത്തി അല്ലെങ്കിൽ ചെറിയ കരണ്ടി ഉപയോഗിച്ച് ഒന്ന് വരച്ചിട്ട് അതിനെ ഒന്ന് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് ആ ഭാഗവും കൂടെ ഒന്ന് അരിഞ്ഞു കളയാം. അപ്പോൾ അരിഞ്ഞ് കളയപ്പോൾ വലിയ വൃത്തിയില്ലെങ്കിലും വിഷയമില്ല നമുക്ക്. കാരണം ഇതിൽ വേണമെങ്കിൽ നമുക്ക് സിമൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം നൈസായിട്ടൊന്ന് തേച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു വൃത്തി കിട്ടും. അപ്പം പ്രത്യേകിച്ച് ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. തടിയുടെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തടിയിൽ കൊത്തി വെച്ച കണക്കുള്ള ഒരു ഫീലിംഗ് വരണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചിറകിൻ്റെ ഭാഗമൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ അരിഞ്ഞതിൻ്റെ മുകൾ സൈഡിലോട്ട് ഒന്ന് ഒരു മീഡിയം ലൂസിൽ തന്നെ കരണ്ടി കൊണ്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പം കരണ്ടി കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് കയ്യിൽ നമ്മുടെ കൈകളിലെ വിരൽ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം ആ സിമൻറ്റ് എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വിരൽ ഉപയോഗിച്ച് തന്നെ അതിന് അടി സൈഡിൽ കറക്റ്റ് പ്രസ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഏകദേശം ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വെള്ളത്തിൽ ബ്രഷ് മുക്കിയിട്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ തടുപ്പൊക്കെ ഏകദേശം ഒന്ന് മാറി കിട്ടും. അപ്പം ബ്രഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു പേനയുടെ ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പുറത്ത് വരുന്ന തൂവലിൻ്റെ ഡിസൈനിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് ചെറിയൊരു ഷേപ്പിൽ അവിടെയെല്ലാം ചെയ്തെടുക്കാം. അപ്പം നമുക്ക് തൂവലിൻ്റെ ആ ഒരു ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വെക്കേണ്ടത് അതിൻ്റെ ചുണ്ടും കണ്ണും കൂടെയാണ്. അത് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് എന്നെ ഉരുട്ടിയെടുത്ത് നമുക്ക് ആ ചുണ്ടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. രണ്ട് കണ്ണിൻ്റെ സൈഡിൽ റൗണ്ട് ഷേപ്പിൽ അവിടെയും കൂടെ വയ്ക്കുക. അത് വെച്ചിട്ട് ഇനി അടുത്ത് ചുണ്ടിൻ്റെ ആകൃതിയിൽ നമുക്ക് കറക്റ്റ് മുനയായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ഒരുവിധം വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ മുഖത്ത് വരുന്ന ആ തൂവലിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് കത്തി ഉപയോഗിച്ച് തന്നെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തടിയിൽ കട്ട് ചെയ്ത് വരച്ച് ചെയ്യും കണക്ക് ഉള്ള ഒരു ഫീല് വരും. അപ്പോൾ അതിനൊന്ന് നല്ല കുഴിച്ച് തന്നെ ചെറുതായിട്ട് വരകളിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കതിൻ്റെ രണ്ട് കാലിലുള്ള ചെറിയ വിരലുകൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ 3 മറ്റേ സൈഡിലും 3 ആ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് സിമൻറ്റ് കട്ട് ചെയ്ത് കലക്കി തന്നെ ചെറിയ കരണ്ടിക്ക് ഒന്ന് കോരി വെച്ചിട്ട് കരണ്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അതിൻ്റെ ഒരു വിരലിൻ്റെ ആകൃതിയിൽ. ഇപ്പോൾ അതിൻ്റെ കാലിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇനി ആ കണ്ണിനകത്തുള്ള ആ റൗണ്ടൊക്കെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം വരച്ചിട്ട് ഇനി അടുത്ത് തടിയുടെ
പുറത്ത് സൈഡിൽ വരുന്ന ആ മുട്ടുഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതിന് സിമൻറ്റ് മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് വിരൽ കൊണ്ട് തന്നെ അതിനെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ മുട്ട് വേണോ അവിടെയെല്ലാം ചെറിയ പീസുകൾ ഒട്ടിച്ചിട്ട് വിരൽ കൊണ്ട് നല്ലവണ്ണം അതിൻ്റെ എല്ലാ സൈഡിലും അമർത്തി ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയുടെ മുകൾ സൈഡ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പം മുകൾ സൈഡ് വൃത്തിയാക്കാൻ കറക്റ്റ് റൗണ്ടിനല്ല ഞാൻ എടുക്കുന്നത്, ഒന്ന് വളച്ചും തിരിച്ചൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 സൈഡ് ഒന്ന് പൊക്കിയും നടുക്ക് ഭാഗം ഒന്ന് വളച്ചുമാണ് മുകൾ സൈഡ് സിമൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി തടിയുടെ പുറത്തുള്ള വരകൾ കൊടുക്കാൻ വേണ്ടി സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് ചെറിയ കരണ്ടി അല്ലെങ്കിൽ ചെറിയ കത്തി ഉപയോഗിച്ച് നമുക്ക് കോരി വെച്ചിട്ട് അതിൽ തന്നെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ചെറിയ രീതിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തടിയുടെ പുറത്തുള്ള ആ വരകളൊക്കെ കറക്റ്റായി കിട്ടും. അപ്പം നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് കരണ്ടി കൊണ്ട് തന്നെ കോരി ഒട്ടിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം തടിയുടെ പുറത്തുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമൻറ്റ് തന്നെയാണ് കോരി ഒട്ടിച്ച് കരണ്ടിക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു വരകളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 ദിവസം നല്ലവണ്ണം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം ഒരു 3 ദിവസം നനവ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തുള്ള മണ്ണെല്ലാം കോരി മാറ്റാം. മോൾഡിന് പകരം വെച്ചിരിക്കുന്ന മണ്ണ് മൊത്തം കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് അതിനകത്ത് നല്ലവണ്ണം കഴുകി എടുത്തിട്ട് അതിനകത്തും കൂടെ നമുക്ക് സിമൻറ്റ് നല്ലവണ്ണം ലൂസിന് കലക്കിയിട്ട് അതിനകത്തും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിമൻറ്റ് ചെറിയൊരു പാത്രത്തിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു മീഡിയം ലൂസിന് നല്ലവണ്ണം കലക്കിയിട്ട് അതിനകത്ത് ഒഴിക്കുക. അപ്പോൾ അതിനകത്ത് ഒഴിക്കപ്പോൾ അതിനകവും കൂടെ ഏകദേശം വൃത്തിയായി കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, കാരണം നമുക്ക് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് വേണ്ടി അതിനകത്ത് ഞാൻ ഒഴിച്ചിട്ട് കറക്കി എടുക്കുമ്പോൾ എല്ലാ സൈഡിലും പറ്റും. എന്നിട്ട് വെളിയിലുള്ളതൊക്കെ ബ്രഷ് ചെയ്ത് കളയുക. അതെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ എവിടെയെങ്കിലുമൊക്കെ തടുപ്പും ഇതൊക്കെ വരകളൊക്കെ നേരെ വീഴാനുണ്ടെങ്കിൽ ചെറിയ ബ്ലേഡ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് വരച്ച് കൊടുത്ത് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കോട്ടം എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്, ആക്രിലിക്കിൻ്റെ ബ്ലാക്ക്. അപ്പോൾ അത് ഏകദേശം അകവും പുറവും എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒരു കോട്ട് അടിക്കുക. അപ്പം ബ്ലാക്ക് പെയിൻ്റ് എല്ലാം ഒരു കോട്ട് എല്ലാ സൈഡിലും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് മാത്രം അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ഒരു ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ആ ഗ്രീന് ബ്രഷിൽ നല്ലവണ്ണം പറ്റേണ്ട ആവശ്യമില്ല. ബ്രഷ് ഒന്ന് ടച്ച് ചെയ്തിട്ട് വല്ല പേപ്പറിലും എല്ലാം നല്ലവണ്ണം ഒന്ന് ഓട്ടിച്ച് ബ്രഷ് ചെയ്തിട്ട് മാത്രം നമുക്കിതിൽ ഓട്ടിച്ച് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് സൈഡോട് സൈഡ് ചേർത്ത് ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ മൊത്തം നികന്ന് വരത്തക്ക രീതിയിൽ ബ്രഷ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ എല്ലയും അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തടിയുടെ ഒരു ചെറിയൊരു ലുക്കിൽ പെയിൻറ്റ് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓട്ടിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത കളർ എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ വൈറ്റും ആക്രിലിക്കിൻ്റെ യെല്ലോയും കൂടെയാണ്. അപ്പോൾ അത് നമുക്ക് ആ തടിയുടെ അകത്ത് സൈഡിൽ വരുന്ന കളറിൻ്റെ നമുക്ക് മാച്ചാവുന്ന ഒരു കളറിൽ അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അക സൈഡും കൂടെ അടിച്ചു കൊടുക്കാം. അക സൈഡും ഏറ്റവും ടോപ്പിലും കൂടെ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ചുണ്ടിലും നമുക്ക് കണ്ണിലും മാത്രമേ പെയിൻറ്റ് ചെയ്യാനുള്ളൂ. അതിൽ ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത് ആക്രിലിക്കിൻ്റെ. അപ്പോൾ അതും അതിൻ്റെ നമുക്ക് വേണ്ട സ്ഥാനത്ത് കറക്റ്റ് ചെയ്ത് റൗണ്ടിന് കണ്ണിൻ്റെ അവിടെയും ചുണ്ടിലും കൂടെ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ബ്രൗൺ ആണ്. അത് ആ അക സൈഡിൽ മാത്രം, ആ എൻഡ് ഭാഗങ്ങളിൽ മാത്രം ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.